Good morning all. Good morning, Miss. Good morning, ma'am. Okay. Can you Good morning, Miss. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? നോക്കിയോ എല്ലാവരും? പിന്നെ ടീച്ചർ ലീവാണ്. മിസ്സിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അപ്പൊ മിസ്സാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. ന്യൂസ് എടുത്തത് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ എടുത്ത ഭാഗത്ത്? ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? ക്ലാസ് എടുക്കാതോ? സ്റ്റാർട്ട് ചെയ്തേ മിസ്. നമ്മൾ 6th പോയിന്റ് വരെയാണ് അല്ലെ മിസ് എടുത്തത്? 6th അല്ല, 5th പോയിന്റ് വരെ അല്ലെ? ഡിറ്റർമിൻ യുവർ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് വരെ അല്ലെ? നെക്സ്റ്റ് പറയുന്നത് വർക്ക് ടുഗദർ ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഒരു എന്താണ് നമ്മ രണ്ട് പാർട്ടീസും കൂടിയാണ് അല്ലെ നെഗോഷിയേഷൻ നടക്കുന്നത്, ചർച്ച നടത്തുന്നത്, ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ ഏർപ്പെടുന്നത്. അപ്പൊ എന്താണ് രണ്ടു പേർക്കും എന്താണ് ഒരു കോമൺ ഗോൾസ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ ചിലപ്പോ എന്താണ് ബെറ്റർ പേക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസിന്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെ? അപ്പൊ എന്താണ് രണ്ട് പാർട്ടിക്കും എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ഗോൾസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക? രണ്ട് പാർട്ടിയും കൂടി ഒരുമിച്ച് കൂടിയാലോചന നടത്താം അല്ലെ? അപ്പൊ അവർക്ക് എന്താണ് ആ ഒരു ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോർത്ത് പോയിന്റോ? ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? റിമെയിൻ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ലക്ഷ്യങ്ങൾ നിലനിർത്താന്ന്. എന്താണ്? ഡ്യൂറിങ് നെഗോസിയേഷൻ ഇസ് ബെസ്റ്റ് ടു കീപ് ഫോക്കസ് on the objective facts of that specific situation instead of the potential outcomes. Like എന്താണ് നമുക്ക് സാധ്യതയുള്ള, നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഔട്ട്കംസ് ഉണ്ടാവും അല്ലെ? കൂടുതൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കംസ് ഉണ്ടാവുമല്ലോ ഒരു നെഗോഷിയേഷൻ നടത്തുമ്പോൾ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേക സാഹചര്യത്തില് വസ്തുനിഷ്ഠമായിട്ടുള്ള ഫലങ്ങളില് ഔട്ട്കംസുകളില് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ മിസ് കഴിഞ്ഞ ദിവസം മിസ് ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഒരു കാര്യം പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് മിസ്സും ശ്രീജിത്തും ആരാണ് തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് നടത്തി. അതിൽ ഒരു 60% ഇട്ടിരിക്കുന്നത് ശ്രീജിത്താണ്, 40% മിസ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ അത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ രണ്ട് കൂട്ടർക്കും ഒരുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? മിഡിൽ പോർഷൻ 50-50 എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? എന്താണ് നമ്മ അതിൽ വസ്തുനിഷ്ഠപരമായിട്ട് ഒബ്ജക്റ്റീവ് രീതിയിൽ നമ്മ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഷെയർ ഡിവൈഡ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ശ്രീജിത്തിന് ഒരു 60%, മിസ്സിന് ഒരു 40% കിട്ടുള്ളൂ അല്ലെ? അപ്പൊ എന്താണ് നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കംസിന് പകരം വസ്തുനിഷ്ഠമായിട്ടുള്ള ഔട്ട്കംസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ദീസ് ഫാക്ട്സ് മസ്റ്റ് ഫീച്ചർ തിങ്സ് സച്ച് ആസ്. എന്താണ്? അപ്പൊ നമ്മ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒബ്ജക്റ്റീവ് ഫാക്ട്സുകൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ദ ആക്ച്വൽ വർക്ക് കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ്സ് സക്സസ്. എന്താണ് നമ്മുടെ ആ ഒരു ആക്ച്വൽ വർക്ക്, യഥാർത്ഥ ജോലിയും അതിന്റെ സക്സസ്. ഇപ്പൊ നമ്മൾ നെഗോസിയേഷൻ നടത്തുമ്പോൾ അതിലെന്താണ് നമുക്കൊരു സക്സസ് കിട്ടണം അല്ലെ? പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചുകൊണ്ടല്ലേ ആ ഒരു ചർച്ച നടത്തുന്നത്? ആണോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ആക്ച്വൽ വർക്ക് കംപ്ലീറ്റഡ് ആൻഡ് അതിന്റെ സക്സസ് ലഭിക്കുക ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് പേ റേറ്റ്സ്. നമ്മൾ അതിനെന്താണ് ഒരു നിശ്ചിത നിരക്കുകൾ ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ പർച്ചേസിങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് നിശ്ചിത നിരക്കില്ലേ? ഉണ്ടോ? നിശ്ചിത നിരക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു നിരക്ക് എത്രയാണ്? നമ്മുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് ഏകദേശം എത്ര കോസ്റ്റ് ആണ് വരുന്നത്, അത് നമ്മ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് വർക്ക് കംപ്ലീറ്റഡ് ബിയോണ്ട് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എംപ്ലോയീസ് ജോബ്. നമ്മുടെ ഓരോ എംപ്ലോയീസിനും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും അല്ലെ? ജോലികൾ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്താണ് അവര് അതിനപ്പുറം അതിലും കൂടുതൽ അല്ലെ എക്സീഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒന്നില്ലെങ്കിൽ അവര് റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനപ്പുറം അവര് ജോലി ചെയ്യും. ഇപ്പൊ നമ്മൾ നെഗോസിയേഷൻ ടീം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചല്ലോ.
മെറ്റീരിയൽസ് മാനേജ്മെന്റില് ഡിപ്ലോമയിൽ ഓർമ്മയുണ്ടോ? അപ്പൊ എന്താണ്, അതേപോലെ ഓരോ ആളുകൾക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. അവര് ആ ജോലി സക്സസ് ആയി ശരിയായ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനപ്പുറം ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ബെനിഫിറ്റ്സ് ലഭിക്കുന്ന രീതിയിൽ അവർ അവരുടെ വർക്കുകൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എനി പ്രീവിയസ് എസ്റ്റിമേറ്റ് ഓർ അൺറിട്ടൺ അഗ്രിമെന്റ്സ് അല്ലെ. നമ്മൾ സപ്ലയേഴ്സുമായിട്ട് ഇതിനു മുമ്പ് നടത്തിയ അഗ്രിമെന്റുകൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടത്തിയ പർച്ചേസിങ്ങിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറി അല്ലെ, എന്താണ് വെൻഡർ ഇവാലുവേഷൻ റെക്കോർഡുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സിക്സ്ത് ആണ് അല്ലെ, സിക്സ്ത്. നെക്സ്റ്റ് അതിൽ നോക്കിയേ, ഇറ്റ് സംടൈംസ് helpful to work together with the other party to determine which outcomes you both want. അല്ലെ, എന്താണ്, നമുക്ക് രണ്ടുപേരും ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ നടക്കുമ്പോൾ രണ്ട് പാർട്ടീസ് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ പർച്ചേസിംഗ് ആണെങ്കിൽ സപ്ലയേഴ്സും വരുന്നുണ്ട്, ബയേഴ്സും വരുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മ ഒരു വേജസ് ഇൻക്രിമെന്റ് ചെയ്യാനാണെങ്കിൽ അവിടെ എംപ്ലോയിയും വരുന്നുണ്ട്, എംപ്ലോയറും വരുന്നുണ്ട് അല്ലെ. ബോത്ത് പാർട്ടീസ്, രണ്ട് പാർട്ടികൾ വരുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്, നിങ്ങൾ രണ്ടുപേരും അല്ലെ, ആ ഒരു നെഗോഷിയേഷനിൽ ഉൾപ്പെടുന്ന രണ്ട് പാർട്ടിയും ആഗ്രഹിക്കുന്ന അവരുടെ ഡിസയേഴ്സ് അല്ലെ, ഫലങ്ങള് നിർണയിക്കാൻ മറ്റേ കക്ഷിയുമായി, നമ്മുടെ ഒപ്പോസ് നിൽക്കുന്ന കക്ഷിയുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക. അത് കൂടുതൽ സഹായകമായിരിക്കും അല്ലെ. അവർക്ക് ആ ഒരു നെഗോഷിയേഷൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം, രണ്ടുപേർക്കും എന്താണ് ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്താണ് എന്ന് നമുക്ക് മുൻകൂട്ടി നിർണയിക്കാലോ, ഡിറ്റർമിൻ ചെയ്യാലോ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ. അപ്പൊ എന്താണ്, രണ്ടുപേരും ആഗ്രഹിക്കുന്ന ആ ഒരു ഫലം ഡിസൈറബിൾ ആയിട്ടുള്ള അവർക്ക് കിട്ടേണ്ട ആ ഒരു ഔട്ട്കംസിനെ നിർണയിക്കുന്നതിന് വേണ്ടി എന്താണ്, അവർക്ക് ഓപ്പോസ് നിൽക്കുന്ന പാർട്ടിയുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക. ഓക്കെയാണോ? By doing this, the negotiation can involve determine what it takes to meet both goals. അല്ലെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചർച്ചയില് രണ്ട് കൂട്ടരുടെയും ലക്ഷ്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ, മുൻകൂട്ടി നിശ്ചയിക്കുന്നത് മൂലം, നിർണയിക്കുന്നത് മൂലം ഇല്ലേ. അപ്പൊ എന്താണ്, അവര് രണ്ടുപേരും കൂടി നടത്തുന്ന ആ ഒരു ചർച്ചയില് അവര് മുൻകൂട്ടി നിശ്ചയിക്കുന്നത് മൂലം ആ ഒരു ഗോൾസുകള്, രണ്ടുപേരുടെയും ലക്ഷ്യങ്ങള് നമുക്ക് ആ ചർച്ചയില് ഉൾപ്പെടുത്താൻ സാധിക്കുന്നു. ഓക്കെ ആണോ? when working together this way, അപ്പൊ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യണേ, രണ്ടുപേരും ഒരുമിച്ച് അവരുടെ ഗോൾസുകള് ഒരുമിച്ച് നിന്ന് സെറ്റ് ചെയ്ത് അവർക്ക് അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിനെ കുറിച്ച് അവർ ഒരുമിച്ച് കൂടി ആലോചിക്കുന്നത് മൂലം എന്താണ്, when working together this way, ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് it's helpful to keep consistent communication about what works, what doesn't and why. അല്ലേ, അപ്പൊ അവർക്ക് എന്തൊക്കെ കാര്യങ്ങള് ഈ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, വാട്ട് വർക്ക്സ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർക്ക് നേരത്തെ തന്നെ തീരുമാനിക്കാലോ. അവർ ആ ഒരു ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ആയിട്ടുള്ള, രണ്ടുപേരുടെയും ആ ഒരു ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നവർക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനോ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മൂലം എന്താണ്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായി, അങ്ങനെയുള്ള ഒരു ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ത്രൂ ദിസ് കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ യു ക്യാൻ ഡിറ്റർമിൻ ടുഗദർ വാട്ട് സ്പെസിഫിക് ടാക്ടിക്സ് work best to bring about a mutually beneficial solution. അല്ലെ, രണ്ടുപേർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു സൊല്യൂഷനിലേക്ക്, ഒരു പരിഹാരം അല്ലെ, അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു ഔട്ട്കംസിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാമെന്ന് ഈ ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ആശയവിനിമയത്തിലൂടെ അവർക്ക് എന്താണ് നിർണയിക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ?
ഇപ്പൊ എന്താണ് ഇപ്പൊ മിസ് പറഞ്ഞ പോലെ നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മില് എന്താണ് പേ ഇൻക്രിമെന്റ് നമ്മുടെ എംപ്ലോയീസിന് പേ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ടുള്ള നെഗോസിയേഷൻ നടത്താണ്. അപ്പൊ അവര് മുൻകൂട്ടി അവർ ഇതിനെ കുറിച്ച് സംസാരിച്ച് ഒരു ഡീലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നെഗോസിയേഷൻ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ചിലപ്പോ എന്താണ് മിസ് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം അല്ലെ, പ്രൊമോഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് OT കൊടുക്കാം അല്ലെ, എക്സ്ട്രാ ഓവർ ടൈം കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് മൊണറ്ററി അല്ലാത്ത ധനപരമല്ലാത്ത മറ്റു ബെനിഫിറ്റ്സുകൾ കൊടുത്ത് അവർക്ക് ആ ഒരു ജോലി സെക്യൂരിറ്റി കൊടുക്കാലോ, എക്കണോമിക് സെക്യൂരിറ്റി കൊടുക്കാലോ, ഇൻഷുറൻസ് കൊടുക്കാം, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കൊടുക്കാം, ഹൗസിംഗ് കൊടുക്കാം അല്ലെ. അപ്പൊ അവർക്ക് അങ്ങനെ വരുന്ന ആ ചെലവുകൾ കുറച്ചിട്ട് അവര് എക്കണോമിക് സെക്യൂരിറ്റി കൊടുക്കാലോ. ഓക്കെയാണോ, മനസ്സിലായോ? അപ്പൊ എന്താണ് അവരിങ്ങനെ ഒരുമിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെ എന്താണ് അവർക്ക് ആ ഒരു രണ്ടുപേർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്കം റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തന്ത്രങ്ങൾ അവർക്ക് ഉപയോഗിക്കാമെന്ന് അവർക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പറയുന്നത് ബി ഹോണസ്റ്റ് അബൌട്ട് എനി പൊട്ടൻഷ്യൽ ഇഷ്യൂസ് അല്ലെ. നമ്മ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെ നമ്മ എന്ത് ചെയ്യുക, ഹോണസ്റ്റ് അല്ലെ, സത്യസന്ധത പുലർത്തുക. അപ്പൊ എന്താണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് നമ്മളോടൊക്കെ ഒരു വിശ്വസ്തത ഉണ്ടാവോ, ഒരു ട്രസ്റ്റ് വരും അല്ലെ. അപ്പൊ എന്താണ് ബി ഹോണസ്റ്റ് ഇനി പൊട്ടൻഷ്യൽ ഇഷ്യൂസ് സാധ്യമായ പ്രശ്നങ്ങളെ കുറിച്ച് സത്യസന്ധത പുലർത്തുക അല്ലെ. നമ്മ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, ക്വാണ്ടിറ്റിയെ കുറിച്ച്, അതിന്റെ കോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഹോണസ്റ്റ് സത്യസന്ധത പുലർത്തുക. അപ്പൊ നോക്കിയേ, in negotiation like this, it's helpful to remain honest about the things that conflict with your desired goal. അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള ചർച്ചകളില് നമ്മ ഒരു നെഗോസിയേഷൻ വിൻ സിറ്റുവേഷനിൽ വരുന്ന ആ ഒരു ചർച്ചകളില് എന്താണ് നമ്മുടെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ഗോളുമായി പൊരുത്തപ്പെടാത്ത എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ. ചിലപ്പോ നമ്മ പറഞ്ഞ ക്വാളിറ്റിയിലായിരിക്കില്ല, പറഞ്ഞ കോസ്റ്റിനായിരിക്കില്ല അല്ലെ. ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ വരുന്ന പൊരുത്തക്കേടുകളെ കുറിച്ച് നമ്മ എന്ത് ചെയ്യുക, സത്യസന്ധത പുലർത്തുന്നത് നമുക്ക് സഹായകമായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് നമ്മ സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്ത് ചെയ്യും, നമ്മളോട് ഒരു വിശ്വസ്തത വരാണ് അല്ലെ. ഇപ്പൊ നമ്മ സാലറി ഇൻക്രിമെന്റ് പറഞ്ഞു, സാലറി ഇൻക്രിമെന്റ് പറയുമ്പോ നമ്മുടെ എംപ്ലോയേഴ്സ് പറയാണ് ഈ വർഷം പറ്റില്ല, നമുക്ക് ഇന്ന സത്യസന്ധമായിട്ട് പറയാണ്, നമുക്ക് ഈ വർഷം എന്താണ് ഒരുപാട് ലോസ് വന്നിട്ടുണ്ട്, കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള പ്രോഫിറ്റും ലഭിച്ചിട്ടില്ല, നെക്സ്റ്റ് ഇയർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻക്രിമെന്റ് തരാമെന്ന് പറയുകയാണെങ്കിൽ നമ്മ എന്ത് ചെയ്യും, ആ എംപ്ലോയേഴ്സിനെ അവര് ആ ഒരു സത്യസന്ധതയിൽ നമ്മ വിശ്വസ്തത ഉണ്ടാവോ, നമ്മ പറയില്ലേ ഓക്കെ നെക്സ്റ്റ് ഇയർ മതി എന്നുള്ള രീതിയിൽ നമ്മ പോവോ, ഒരുമിച്ച് തന്നെ പോകും അല്ലെ. അവർക്ക് പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടി അല്ലെ, നമ്മുടെ തൊഴിലുടമയ്ക്ക് പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടി നമ്മ പ്രവർത്തിക്കോ. അപ്പൊ എന്താണ് എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ആ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഗോള് അച്ചീവ് ചെയ്യുന്നതിൽ എന്തൊക്കെ പൊരുത്തക്കേടുകൾ വന്നാലും സത്യസന്ധത പുലർത്തുന്നത് എന്താണ് നമുക്ക് സഹായകമായിരിക്കും. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് this lets both the parties either work around those potential conflicts or resolve the issues themselves. അല്ലെ. അപ്പൊ നമ്മ ഇങ്ങനെ സത്യസന്ധത പുലർത്തുന്നത് മൂലം അപ്പൊ നമ്മ മിസ് ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് എംപ്ലോയറിന് ലോസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയീസും അവരുടെ ഒപ്പം തന്നെ പ്രവർത്തിക്കോ. എന്താണ് ഈ ഇങ്ങനെ രണ്ട് കക്ഷികളും അല്ലെ ഒന്നെങ്കിൽ ആ ഒരു പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ എന്താണ് സ്വയം പരിഹരിക്കുകയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെയാണോ? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ആ ഒരു പൊരുത്തക്കേടുകള്
അപ്പൊ ഇപ്പൊ സാലറി ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ ലോസ് ആണ്, നഷ്ടമാണ് അല്ലെ. അപ്പൊ അവർ ആ ഒരു നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഒന്നില്ലെങ്കിൽ നമ്മുടെ എംപ്ലോയേഴ്സും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് അത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരും അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതെന്താണ് ആ ഒരു കമ്പനി പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കൺസിഡർ ഡൂയിങ് ദ സെയിം ഫോർ ദ അതർ പാർട്ടീസ് കോൺഫ്ലിക്റ്റ് അല്ലെ. എന്താണ് നമ്മുടെ മറ്റു കക്ഷി, നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന കക്ഷികൾ എന്ത് ചെയ്യുക, എങ്ങനെ തന്നെ ഓൾമോസ്റ്റ് പുലർത്തുക അല്ലെ, സത്യസന്ധത പുലർത്തുക. Of these issues can get resolved. It might help your negotiation reach a win-win solution more easily. അല്ലേ? അപ്പൊ ഈ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ സത്യസന്ധത പുലർത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ എന്താണ് നമ്മുടെ ചർച്ചകളെ അല്ലെ, ആ ഒരു നെഗോസിയേഷൻ എന്താണ് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് വിൻ-വിൻ സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? രണ്ടുപേരും ഒരുമിച്ച് അവരുടെ ഗോൾസുകളെ ഡിറ്റർമിൻ ചെയ്ത് അല്ലെ, നിർണയിച്ച് അതിനാവശ്യമായുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് അല്ലെ, അവർ സത്യസന്ധത പുലർത്തുന്നത് പോലെ ആ ഒരു ചർച്ച അവർക്ക് എളുപ്പത്തിൽ ആ ഒരു വിൻ-വിൻ സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ? പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റീച്ചിങ് എ വിൻ-വിൻ സിറ്റുവേഷൻ അല്ലെ. എന്താണ് നമുക്ക് ടൈപ്സ് അല്ല കേട്ടോ, ടിപ്സ് ഓഫ് റീച്ചിങ് എ വിൻ-വിൻ സിറ്റുവേഷൻ. നമുക്ക് വിൻ-വിൻ സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാനുള്ള, റീച്ച് ചെയ്യാനുള്ള നുറുങ്ങുകൾ അല്ലെ, ടിപ്സുകൾ എന്തെല്ലാമാണ്? When negotiation to build a win-win situation, here are എന്നാണ് കേട്ടോ, ഇവിടെ ARE എന്നുണ്ട്, അതൊന്ന് വെട്ടിക്കളയാട്ടോ, അത് വേണ്ട. Here are tips that can help you reach a resolution അല്ലെ. എന്താണ് ഒരു വിൻ-വിൻ സാഹചര്യത്തിലേക്കുള്ള ഒരു ചർച്ച നടത്തുമ്പോൾ നമുക്ക് ആ ഒരു റെസൊല്യൂഷൻ, ആ ഒരു പരിഹാരത്തിലേക്ക്, ആ ഒരു ഔട്ട്കംസിലേക്ക് എത്തിച്ചേരാനുള്ള ടിപ്സുകൾ എന്തെല്ലാമാണ്? ടിപ്സുകളാണ് താഴെ കൊടുക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? സ്റ്റേ കാം അല്ലെ. നമ്മ എന്ത് ചെയ്യുക? ശാന്തത പുലർത്തുക അല്ലെ, ശാന്തത പാലിക്കുക. നമ്മ അവരായിട്ട് തട്ടിക്കേറാ, പിന്നെന്താണ് അവരുമായിട്ട് ഡിഫെൻസീവ് ആയിട്ടുള്ള, ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് കാമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താം അല്ലെ, ശാന്തത പുലർത്തുക. അപ്പൊ നോക്കിയേ, ദോ ദ പേഴ്സൺ ഹോപ്പ് ഫോർ എ വിൻ ഈസ് സ്ട്രോങ് അല്ലെ. എന്താണ് നമുക്ക് ആ ഒരു വിന്നിലേക്ക്, ഒരു പേഴ്സണലിനെ സംബന്ധിച്ച് വിന്നിലേക്ക്, ജയത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എന്താണ്? ശക്തമാണ് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഒരു വിജയത്തിനായുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ പ്രതീക്ഷ, ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ശക്തമായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ്, it's helpful to stay calm and make sure your action work towards a win for both the sides അല്ലെ. അപ്പൊ എന്താണ്? ശാന്തത പാലിക്കുന്ന, it's helpful to stay calm, നമ്മ calm ആയിട്ട് തുടരുന്നത് അല്ലെ. നമ്മ ആ ഒരു ചർച്ചയില് നമ്മ ശാന്തത പാലിക്കുന്നത് എന്താണ്? നമുക്ക് ഇരുപക്ഷത്തിനും പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇരുപക്ഷത്തിനും വിജയത്തിനായിട്ടുള്ള എന്താണ് ഒരു ആക്ഷനിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നു അല്ലെ. ആണോ? അതല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ കാമായിട്ടല്ല ആ ഒരു ചർച്ചയില് പങ്കെടുക്കുന്നത്, നമ്മൾ കാമായിട്ടല്ല പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് ഒഫൻസീവ് അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ഒരു ചർച്ച എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ ആ നെഗോഷിയേഷൻ എന്ത് ചെയ്യും? നമ്മ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും അല്ലെ, വിൻ ലോസിലേക്കായിരിക്കും. നമ്മ ചിലപ്പോ ആ ഒരു ഇതെന്ത് ചെയ്യും? പകുതിക്ക് വെച്ച് ആ ഒരു ചർച്ച അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നു അല്ലെ. അപ്പൊ എന്താണ്? നമ്മ ശാന്തത പാലിച്ച് ആ ഒരു നെഗോഷിയേഷനിൽ ശാന്തത പാലിക്കുന്നത് എന്താണ്? ഇരുപക്ഷത്തിന് അല്ലെ, നമ്മുടെ ആ ഒരു നെഗോഷിയേഷനിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടിക്കും വിജയത്തിനാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ? If it's helpful
ടേക്ക് എ മൊമെന്റ് ടു ബ്രീത്ത് അല്ലെ. എന്ത് ചെയ്യാ, നമ്മ ആ ഒരു ചർച്ചയിലൊക്കെ പങ്കെടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒക്കെ പെരുമാറണം, എന്ത് ചെയ്യാ, ടേക്ക് എ മൊമെന്റ് ടു ബ്രീത്ത് അല്ലെ. ഒന്ന് ശ്വാസം എടുക്കുക അല്ലെ, ബ്രീത്ത് ചെയ്യുക. എന്നിട്ട് കളക്ട് യുവർ തോട്ട്സ്. എന്നിട്ട് ബിഫോർ റെസ്പോണ്ടിങ് ടു എ പ്രൊപ്പോസ്ഡ് സൊല്യൂഷൻ യു ഫൈൻഡ് ലെസ് ദാൻ ഡിസൈറബിൾ അല്ലെ. എന്ത് ചെയ്യാ, നമ്മ അവര് പറയാണ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലോസ് ആണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൊരു ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ഔട്ട്കംസിൽ കുറച്ച് ഇളവുകളൊക്കെ നടത്തി നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെയാണോ? നമ്മ ആ ഒരു നിർദ്ദിഷ്ട പരിഹാരത്തോട് പെട്ടെന്ന് തന്നെ ഒരു മറുപടി കൊടുക്കാതെ ആ ഒരു നിർദ്ദിഷ്ട പരിഹാരത്തോട് പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മ ആഗ്രഹിക്കുന്ന നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു സൊല്യൂഷനിൽ എന്തെങ്കിലും ഇളവുകൾ നൽകി നമ്മ ആ ഒരു ആ ഒരു നെഗോഷിയേഷൻ തുടരുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കാലോ. റിമെയിൻ പോസിറ്റീവ്. നമ്മ എപ്പോഴും പറയുന്നതാണ് അല്ലെ, റിമെയിൻ പോസിറ്റീവ് അല്ലെ. പോസിറ്റീവായിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടായാലും അല്ലെ, നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം? പോസിറ്റീവായിട്ട് അല്ലെ. ആണോ? തളരാൻ പാടുണ്ടോ? നെഗറ്റീവായി എടുക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. പോസിറ്റീവായിട്ട് തുടരുക. അപ്പൊ നോക്കിയേ, ദോ it's not always certain that you can get everything you want. Remaining positive can remind you that there's often still a remedy that can benefit the both of you. Though it's not always certain that you can get everything you want. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുമോ? ഇല്ല അല്ലെ. നമുക്ക് ചില സമയത്ത് നമുക്കത് നഷ്ടപ്പെടാം, നമുക്ക് ലഭിക്കാതെ വരാം അല്ലെ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അപ്പൊ ഒരു നെഗോഷിയേഷൻ നടത്തുമ്പോൾ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യം നടക്കണമെന്നുണ്ടോ? മിസ് കഴിഞ്ഞ ദിവസം എടുത്തപ്പോ പറഞ്ഞു അല്ലെ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അല്ലെ, റെസൊല്യൂഷൻ കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നല്ലേ. അപ്പൊ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാം അല്ലെ. ആണോ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ നമുക്ക് സാലറി ഇൻക്രിമെന്റ് കിട്ടില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോ പ്രൊമോഷൻ തരാണ് അല്ലെ. ആ ഒരു പോസ്റ്റിന് നമുക്ക് സാലറി ഇൻക്രിമെന്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻസ് തരാണ്, അതല്ലെങ്കിൽ നമുക്ക് നോൺ മോണിറ്ററി ആയിട്ടുള്ള ധനപരമല്ലാത്ത മറ്റു ബെനിഫിറ്റ്സുകൾ ഓഫർ ചെയ്താൽ നമുക്ക് അത് സെലക്ട് ചെയ്യാലോ. ആണോ? അപ്പൊ എപ്പോഴും നമ്മ ആഗ്രഹിക്കുന്ന നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെ ഒരു കാര്യം നടക്കണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, എന്നിരുന്നാലും പോസിറ്റീവായി തുടരുന്നത് ആ ഒരു നെഗോഷിയേഷനിൽ ഉൾപ്പെടുന്ന രണ്ടു പേർക്കും പ്രയോജനം നൽകുന്ന മറ്റു പ്രതിവിധികളുണ്ടെന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കുക. ഓക്കെയാണോ? നമ്മ എന്താണോ ആഗ്രഹിച്ചു പോകുന്നത്, ഡിസൈഡ് ചെയ്തു പോകുന്നത്, ആ ഒരു ഔട്ട്കം നടന്നില്ലെങ്കിലും നമുക്ക് പ്രയോജനകരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അല്ലെ, ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള മറ്റ് ഔട്ട്കംസുകൾ, മറ്റു റിസൾട്ടുകൾ കൂടിയുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഓർക്കുക. ഓക്കെയാണോ? അപ്പോ എല്ലാവർക്കും ഓക്കെയാണോ? A positive attitude can also prime the atmosphere for the organization, for the negotiation. ഒരു പോസിറ്റീവ് മനോഭാവം ചർച്ചകൾക്കുള്ള ഒരു പ്രധാന അന്തരീക്ഷമാണ് അല്ലെ. ഏതൊരു കാര്യത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് തുടരുന്നതല്ലേ നല്ലത് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എനർജി ലഭിക്കും അല്ലെ. പോസിറ്റീവായിട്ട് തുടർന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് കൂടുതൽ എഫക്റ്റീവായി, എഫിഷ്യൻസ് ആയി, കൂടുതൽ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആക്യുറേറ്റ് ആയിട്ട് അല്ലെ. അപ്പൊ
നമ്മ പോസിറ്റീവ് മനോഭാവം എന്ന് പറയുന്നത് ഒരു ചർച്ചയ്ക്കുള്ള ഒരു നെഗോഷിയേഷനുള്ള പ്രധാന അന്തരീക്ഷമാണ്. ഓക്കെയാണോ? helping the entire process take on more positive tone അല്ലെ. അപ്പൊ നമ്മ ഒരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടി ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ ഒരു മൊത്തം പ്രോസസ് എങ്ങനെയായിരിക്കുന്നു? ഒരു പോസിറ്റീവ് രീതിയിലാക്കിയിരിക്കുന്നു അല്ലെ, ഒരു പോസിറ്റീവ് ടോണിലേക്ക് ആയിരിക്കുന്നു. ഓക്കെയാണോ? ക്ലിയർ ആണോ എല്ലാം? നെക്സ്റ്റ് പറയുന്നത് ബി റെസ്പെക്ട്ഫുൾ അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടികളും എങ്ങനെയാണ് ബഹുമാനത്തോടെ പെരുമാറുക അല്ലെ. ബി റെസ്പെക്ട്ഫുൾ. അപ്പൊ എന്താണ്? ട്രൈ ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് the other side of negotiation is trying to get what they think is fair അല്ലെ. ഒരു ചർച്ചയുടെ മറുവശം അവർക്ക് എന്താണ്? നമുക്ക് ഒപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് എന്താണ്? അവർക്ക് ന്യായമായിട്ടുള്ളത് നേടാനാണ് അല്ലെ അവരും ശ്രമിക്കുന്നത് അല്ലെ. നമ്മ എന്താണ്? നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യം നേടാനല്ലേ നമ്മ നെഗോഷിയേഷൻ നടത്തുന്നത് അല്ലെ. എംപ്ലോയർ ആണെങ്കിലും സെല്ലർ ആണെങ്കിലും ബയർ ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും അല്ലെ, അവർക്ക് പ്രയോജനം നേടുന്ന ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടല്ലേ അവർ ശ്രമിക്കുന്നത് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട്. ആണോ? അവർക്ക് ലോസ് വരുന്ന എന്തെങ്കിലും കാര്യം നേടാൻ അവർ ചർച്ച നടത്തോ? അവർക്ക് നഷ്ടം വരുത്തുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവർ ചർച്ച നടത്തോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ഒരു ചർച്ചയുടെ മറുവശത്ത് അല്ലെ, ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോ നമ്മളുടെ മറുവശത്ത് നിൽക്കുന്ന പാർട്ടിയും അവർക്ക് ന്യായമായിട്ടുള്ളത് നേടാനാണ് അവര് ശ്രമിക്കുന്നത് എന്നുള്ളൊരു ബോധം അല്ലെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. Be respectful of others people's time, opinion and request to help negotiation run smoothly അല്ലെ. എന്താണ്? നമ്മ അവരുടെ ടൈമിന് അല്ലെ, അവരുടെ സമയത്തിന്, അവരുടെ അഭിപ്രായങ്ങൾക്ക്, അവരുടെ അഭ്യർത്ഥനകൾക്ക് അല്ലെ, റിക്വസ്റ്റുകൾക്ക് നമ്മ ഒരു ബഹുമാനം കൊടുക്കുക, റെസ്പെക്ട് കൊടുക്കുമ്പോൾ ആ ഒരു നെഗോസിയേഷൻ എങ്ങനെയായിരിക്കും റൺ ചെയ്യുന്നത്? സ്മൂത്ത് ആയിട്ട് അല്ലെ, സുഗമമായി നടത്താൻ സാധിക്കുന്നു. ഓക്കെയാണോ? അതല്ലെങ്കിൽ എന്തുവരും? നമ്മ അവരുടെ ടൈമിന്, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ റിക്വസ്റ്റുകൾ നമ്മ കേൾക്കുന്നില്ല. നമ്മ അവര് പറയുന്നത് അപ്പാടെ അവോയ്ഡ് ചെയ്യാണെങ്കിൽ നമുക്ക് ആ ഒരു നെഗോഷിയേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. അവരെന്ത് ചെയ്യും? നമ്മുടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു പോകും അല്ലെ ആ ഒരു നെഗോഷിയേഷൻ. അവരെന്ത് ചെയ്യും? ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി പകുതിക്ക് വെച്ച് നിർത്തി പോകുമല്ലോ, ഡിസ്കണ്ടിന്യൂ ചെയ്യും അല്ലെ. നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഒരു ചർച്ച നടത്തുമ്പോൾ അല്ലെ, നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഒപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യോ? നമുക്ക് മനസ്സിലാവും, ആദ്യം തന്നെ മനസ്സിലാകണം അല്ലെ. ആ ഒരു ചർച്ച പകുതി ആവുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാകുകയാണ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഔട്ട്കംസ്, ഒരു പരിഹാരവും ഈ ചർച്ചയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോവോ? അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മുടെ ഒപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ അവരുടെ സമയത്തിന്, അവരുടെ അഭിപ്രായങ്ങൾക്ക്, അവരുടെ റിക്വസ്റ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് ആ ഒരു നെഗോഷിയേഷൻ എന്താണ്? സ്മൂത്ത് ആയിട്ട് പോകാൻ സഹായിക്കുന്നു. ഓക്കെയാണോ? അപ്പൊ ടിപ്സുകളിൽ പറയുന്നത് എന്താണ്? സ്റ്റേ കാം അല്ലെ, ശാന്തത പുലർത്തുക അല്ലെ. അതേപോലെ റിമെയിൻ പോസിറ്റീവ്, ഒരു പോസിറ്റീവ് മനോഭാവം വെച്ച് പുലർത്തുക. നെക്സ്റ്റ് പറയുന്നത് റെസ്പെക്ട്ഫുൾ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് നമ്മ ഒരു റെസ്പെക്ട്, ഒരു ബഹുമാനം നൽകുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് സിമ്പിൾ ആണ് കേട്ടോ. പർച്ചേസ് ഓർഡർ അല്ലെ, പർച്ചേസ് ഓർഡർ അല്ലെ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ PO സ്റ്റാൻഡ്സ് ഫോർ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം ഡിപ്ലോമയിൽ പഠിച്ചു. ഇവിടെ ആദ്യം തന്നെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയ്യറും സെല്ലറും തമ്മിലുള്ള എന്താണ്? ഡോക്യുമെന്റ് അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? ബയ്യറും സെല്ലറും തമ്മിലുള്ള ഡോക്യുമെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്?
പർച്ചേസിങ്ങിന് വേണ്ടി അല്ലെ, ഒരു ഗുഡ്സുകൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെ. അപ്പൊ നോക്കിയേ, പർച്ചേസ് ഓർഡർ ഈസ് എ ഡോക്യുമെന്റ് എ ബയർ സെൻസ് ടു എ സെല്ലർ റിക്വസ്റ്റിംഗ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസ്. എന്താണ്, ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക സേവനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ബയ്യർ വാങ്ങുന്ന ആള് സെല്ലർക്ക് അയക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെയല്ലേ? പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഏതെങ്കിലും ഒരു സർവീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടോ നമ്മുടെ ബയ്യർ വാങ്ങുന്ന ആള് വിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. The purchase order is a legally binding contract that indicates buyer's intention to pay for the listed item at the specified price. അല്ലെ, എന്താണ് പർച്ചേസ് ഓർഡർ എന്നത്? എന്താണ്, അവര് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് അല്ലെ. ഇപ്പൊ പർച്ചേസ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ഏതൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഏതൊക്കെ ഐറ്റംസ് ആണ് അല്ലെ, സിറിഞ്ച് വേണം അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ വേണം അല്ലെ, കൊടുത്തിട്ടുണ്ടായിരിക്കോ? അപ്പൊ എന്താണ്, ആ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് അല്ലെ, ആ ഒരു പ്രത്യേക പ്രൈസിന്, സ്പെസിഫൈഡ് പ്രൈസിന്, അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൈസിന് ബയ്യറിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ള സെല്ലേഴ്സിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു ലീഗൽ ബൈൻഡിങ് കോൺട്രാക്ട് ആണ് അല്ലെ, നിയമപരമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ്, ഒരു കരാറാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡർ എന്നത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇനങ്ങള് ഒരു നിർദ്ദിഷ്ട ഇതിൽ പറയുന്ന അതിൽ ആ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു പ്രൈസിന് എന്താണ് നൽകാനുള്ള ഒരു വാങ്ങുന്ന ആളുടെ, നമ്മൾ ആരാണോ വാങ്ങുന്നത് ആ വാങ്ങുന്ന ആളുടെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്ന നിയമപരമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് പർച്ചേസ് ഓർഡർ അല്ലെ. ഇപ്പൊ പർച്ചേസ് ഓർഡറിൽ ബയ്യർ കൊടുത്തിട്ടുണ്ടാവും ഏത് പ്രോഡക്റ്റ് ആണ്, എന്ത് പ്രൈസിനാണ് അല്ലെ അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതുണ്ടോ, ഇതൊരു പർച്ചേസ് ഓർഡർ ആണ് കേട്ടോ. എനിക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. അപ്പൊ ഇതിൽ കണ്ടോ ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ്, ഇതുണ്ടോ ഇതിലെ നെയിം ഓഫ് കമോഡിറ്റി, ഏത് ഐറ്റംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, BP അപ്പാരറ്റസ്, അതിന്റെ സ്പെസിഫിക്കേഷൻ, ഏത് ഫീച്ചർ ആണ് അതിൻ്റെത്, അതിന്റെ റേറ്റ് എന്താണ്, ക്വാണ്ടിറ്റി എത്രയാണ് അല്ലെ. അപ്പൊ ഇതിൽ എന്താണ് റേറ്റ് കൊടുത്തിട്ടുണ്ടോ, ആ ഒരു നിർദ്ദിഷ്ട ഐറ്റം അല്ലെ, അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഐറ്റം എത്ര രൂപയ്ക്കാണ് അല്ലെ, എത്ര രൂപയ്ക്കാണ് അവര് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ ഒരു പർച്ചേസ് ഓർഡറിൽ നിയമപരമായിട്ട് ആ ഒരു എന്താണ് പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കോ. ഓക്കെ, അപ്പൊ എന്താണ് അവര് പർച്ചേസ് ഓർഡർ എന്നത് ലിസ്റ്റ് ചെയ്ത ഇനങ്ങൾക്ക് ഏത് റേറ്റിനാണ് അല്ലെ, നിർദ്ദിഷ്ട വിലയില് എന്താണ് നൽകാനുള്ള ഒരു വാങ്ങുന്ന ആളുടെ ഇന്റൻഷൻ, ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്ന നിയമപരമായിട്ടുള്ള ഒരു കരാറിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദിസ് അഗ്രിമെന്റ് protects the seller in the event of non-payment. പക്ഷെ ഇതെന്താണ്, this agreement protects the seller in the event of non-payment അല്ലെ. നമ്മുടെ ബയ്യർ പേയ്മെന്റ് നടത്താത്ത സാഹചര്യത്തിൽ ഇതാരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന്, ഈ പർച്ചേസ് ഓർഡർ സെല്ലറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഉണ്ടോ, എന്താണ് അവര് ഇത്ര റേറ്റിന് അല്ലെ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന നിയമപരമായിട്ടുള്ള ഒരു കരാറല്ലേ. അപ്പൊ ആ കരാറ് ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താണ് ലീഗലി മൂവ് ചെയ്യാം അല്ലെ. അവർക്ക് ആ ഒരു പേയ്മെന്റ് നടത്തിയില്ലെങ്കിൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാം അല്ലെ. അപ്പൊ അതിനുള്ള അവര് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് അല്ലെ, ഒരു എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. നമ്മുടെ സെല്ലറിനെ എന്താണ് നമ്മുടെ ബയ്യറ് പണമടയ്ക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ സെല്ലറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് കൂടിയാണ് പർച്ചേസ് ഓർഡർ. അതേപോലെ എന്താണ് നമ്മുടെ ബയ്യറിനുണ്ടത് ഒരു പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിന്റെ വ്യവസ്ഥയിലായിരിക്കും, എന്ത് കാര്യത്തിലായിരിക്കും നമ്മുടെ ബയ്യറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? സെല്ലറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ബയ്യർ ആ ഒരു അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പേയ്മെന്റ് അടച്ചില്ലെങ്കിൽ അപ്പൊ ബയ്യറിനെ എന്ത് രീതിയിലായിരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത് പർച്ചേസ് ഓർഡർ? നമ്മുടെ എന്താണ് ക്വാളിറ്റിയില്
ടൈമില്, ക്വാണ്ടിറ്റിയില്, പ്രൈസില് അല്ലേ? ആണോ? അപ്പൊ ക്വാളിറ്റിയില് അല്ലേ? അപ്പൊ the seller can produce the purchase order as proof of the request and agreed upon the total അല്ലേ? The seller എന്താണ് ആ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്? അവർക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് റിക്വസ്റ്റ് ചെയ്തത്, ഏത് പ്രോഡക്റ്റ് ആണ്, ഏത് ക്വാണ്ടിറ്റിയിലാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ള പ്രോഡക്റ്റ് ആണ് അവർക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്, അതിന് അവർ എത്ര ടോട്ടൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെയുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മുടെ സെല്ലറിനെ സംബന്ധിച്ച് ആ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബയ്യർ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മുടെ സെല്ലറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിന് എത്ര റേറ്റ്, എത്ര പേയ്മെന്റ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രൂഫാണ് സെല്ലറിനെ സംബന്ധിച്ച് ആ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇഫ് യു ആർ എ ബയ്യർ അല്ലെ, നിങ്ങളൊരു ബയ്യർ ആണെങ്കിൽ, വാങ്ങുന്ന ആളാണെങ്കിൽ, you should request a purchase order confirmation for each order that you submit അല്ലെ? എന്താണ്, നമ്മ ഒരു ബയ്യർ ആണെങ്കിൽ നമ്മ എന്ത് ചെയ്യണമെന്ന്? you should request, നമ്മൾ റിക്വസ്റ്റ് അഭ്യർത്ഥന കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സെല്ലറിന്റെ കയ്യിൽ നിന്ന് ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ഉള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഈ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് ഓർഡർ പോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദിസ് കൺഫർമേഷൻ ഇൻഡിക്കേറ്റ്സ് that the seller has received and accept the order അല്ലെ? ഈ കൺഫർമേഷൻ, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ സൂചിപ്പിക്കുന്നത് ആ ഒരു സെല്ലർ, നമ്മ വാങ്ങുന്ന ആള് എന്ത് പറഞ്ഞിട്ടുണ്ട്? വിൽക്കുന്ന ആള് അല്ലെ? വിൽക്കുന്ന ആള് എന്താണ്, ആ റിസീവ്ഡ് ആൻഡ് അക്സെപ്റ്റ് ആണ്, വാങ്ങുന്ന ആളുടെ ആ ഒരു പർച്ചേസ് ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയാണ്, ഡോക്യുമെന്റ് ആണ് confirming purchase order confirmation. The seller has received and accept the order. എന്താണ്, നമ്മ കൊടുത്തിരിക്കുന്ന ബയ്യർ കൊടുത്തിരിക്കുന്ന പർച്ചേസ് ഓർഡർ അവർ റിസീവ് ചെയ്തിട്ടുണ്ട്, അവരത് സ്വീകരിച്ചിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. ഓക്കെ ആണോ? പർച്ചേസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കാണ് അല്ലെ? എനിക്ക് കിട്ടി അല്ലെ? സെല്ലർ എന്താണ്, ഞങ്ങൾക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ കിട്ടി, ഞങ്ങൾ അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള, സൂചിപ്പിക്കുന്നതിനുള്ളതല്ലേ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അല്ലെ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, the purchase order confirmation gives the buyer protection if the seller fails to produce the items as ordered or charges a different sum than what's included on the PO അല്ലെ? നമ്മ ഓർഡർ ചെയ്തതുപോലെ ആ ഒരു സാധനം, ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഹാജരാക്കുന്നതിൽ നമ്മുടെ വിൽപ്പനക്കാരൻ, നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന ആള് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു റേറ്റിന് അല്ലെ എന്താണ് വിപരീതമായി ആ ഒരു റേറ്റ് ഈടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ബയ്യറിനെ സംരക്ഷിക്കുന്നതിനുള്ളതാണ് ആ ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അല്ലെ? അപ്പൊ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ എന്താണ്, നമ്മ പറയുന്ന ആ ഒരു കണ്ടീഷൻസ് അവർ എക്സെപ്റ്റ് ചെയ്തു എന്നാണ് അല്ലെ തെളിയിക്കുന്നത് സെല്ലേഴ്സ് അല്ലെ? അല്ലെ? അങ്ങനെയല്ലേ? അപ്പൊ എന്താണ്, ആ ഒരു പർച്ചേസ് ഓർഡറിൽ പറയുന്ന ആ ഒരു റൈറ്റിന് വ്യത്യാസമായിട്ട് അവർ ഈടാക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്താണ്, അവര് പറഞ്ഞ സാധനം, നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡറിൽ കൊടുത്തിരിക്കുന്ന സാധനം, ആ ഒരു പ്രോഡക്റ്റുകൾ നമുക്ക് ലഭ്യമാക്കുന്നതിൽ ആ ഒരു സെല്ലേഴ്സ്, സപ്ലയേഴ്സ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബയ്യറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രൂഫാണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? സിമ്പിൾ ആണ് അല്ലെ? ഈ ഭാഗം ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയാം, വാട്ട്സ്
included on a purchase order. അല്ലെ, നമ്മ പർച്ചേസ് ഓർഡറിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അത്? A purchase order includes important details regarding that the products or services that have been requested. അല്ലെ, നമ്മുടെ സപ്ലയേഴ്സിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സർവീസുകളെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു, ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തുന്നു. എന്താണ്? ബയ്യർ നമ്മുടെ സെല്ലേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെ അഭ്യർത്ഥിച്ചിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സർവീസിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പർച്ചേസ് ഓർഡറിൽ ഉൾക്കൊള്ളിക്കുന്നു. at a minimum a purchase order will include the following. നമ്മ പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തേണ്ട മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഹെഡർ വിത്ത് യുവർ കമ്പനീസ് നെയിം ആൻഡ് അഡ്രസ് അല്ലെ, ആ ഒരു ബയ്യറിന്റെ കമ്പനിയുടെ പേര്, അതിന്റെ അഡ്രസ് ഉൾപ്പെടുത്തുക. ഡേറ്റ് ഓഫ് ദി ഓർഡർ അല്ലെ, നമ്മൾ എന്നാണോ ഓർഡർ കൊടുക്കുന്നത് ആ ഒരു ഡേറ്റ്, ട്രാക്കിംഗ് നമ്പർ അല്ലെ, നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള ട്രാക്കിംഗ് നമ്പർ, സെല്ലേഴ്സിന്റെ നെയിം അഡ്രസ് അല്ലെ, നമ്മൾ ആരിൽ നിന്നാണോ വാങ്ങുന്നത് അവരുടെ അഡ്രസ്സും പേരും, ഐറ്റത്തിന്റെ ടൈപ്പ് അല്ലെ, ഐറ്റത്തിന്റെ ടൈപ്പ് ഉൾപ്പെടുത്തുക. ഇപ്പൊ അനസ്തേഷ്യ മെഷീൻ ആണോ അല്ലെങ്കിൽ BP അപ്പാരറ്റസ് ആണോ, ഏതാണ് ഐറ്റം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. പ്രോഡക്റ്റിന്റെ നമ്പർ, മോഡൽ നമ്പർ, ഓർ SKUs. എന്താണ് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്? സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ബിസിനസ്സിൽ ഒരു ഇൻവെന്ററിയുടെ ഇൻവെന്ററിയിൽ ആ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനൊരു യൂണിറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് നമ്മ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിങ്ങാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മ ന്യൂമറിക് ഉപയോഗിച്ചിങ്ങാണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതാണ് SKU എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ആൽഫബറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു ന്യൂമറിക് ഉപയോഗിച്ച് നമുക്ക് ഇൻവെന്ററിയിൽ അത് എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അപ്പൊ എന്താണ് ഒരു ബിസിനസിന്റെ ഇൻവെന്ററിയിലെ സ്റ്റോക്കില് ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് നൽകിയിട്ടുള്ള ആൽഫ ന്യൂമറിക് കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SKU എന്ന് പറയുന്നത്. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ ടീഷർട്ട് ഇല്ലേ, ടീഷർട്ട് TSH-BLU-S-M മനസ്സിലായോ? അതെന്തെങ്കിലും മനസ്സിലായോ? ഒരു മിനിറ്റ്. ഇതിൽ എന്തെങ്കിലും മനസ്സിലായോ ആർക്കെങ്കിലും? ഒരു പ്രോഡക്റ്റിന് കൊടുത്തിരിക്കുന്ന ഒരു കോഡിഫിക്കേഷൻ ആണ് അവർ ഇൻവെന്ററിയിൽ കൊടുത്തിരിക്കുന്നത്. TSH ടീഷർട്ട്, ബ്ലൂ കളറ്, സ്മോൾ സൈസ്, മെൻസിന്റെ ടീഷർട്ട്. മെൻസിന്റെ ടീഷർട്ട്, സ്മോൾ സൈസ് മെൻസിന്റെ ടീഷർട്ട്. അപ്പൊ അവർക്ക് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാലോ അവരുടെ ഇൻവെന്ററിയില്. അപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റോക്ക് ഇൻവെന്ററിയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഡക്റ്റിന് കൊടുക്കുന്ന ആൽഫ ന്യൂമറിക് കോഡിനെയാണ് SKU എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള SKU ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഐറ്റം ക്വാണ്ടിറ്റി അല്ലെ, അത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം എന്നുള്ള കാര്യങ്ങൾ പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഐറ്റത്തിന്റെ പ്രൈസ് എങ്ങനെയാണ്, റിക്വസ്റ്റ് ഡെലിവറി ഡേറ്റ് ഫോർ ദി ഓർഡർ അല്ലെ, ആ ഒരു ഓർഡർ അവർക്ക് ലഭിക്കേണ്ട ഡേറ്റ് എന്നാണ്, ബില്ലിംഗ് അഡ്രസ് അല്ലെ ഇവരേക്കാണ് അയക്കേണ്ടത്, ഷിപ്പിംഗ് അഡ്രസ് ഏതാണ്, നെക്സ്റ്റ് സബ് ടോട്ടൽ ഇൻക്ലൂഡിംഗ് ടാക്സസ്, ഷിപ്പിംഗ് കോസ്റ്റ്, ഡിസ്കൗണ്ട് ആൻഡ് അതർ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, അതർ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് റിഡക്ഷൻ അല്ലെ, ഡിസ്കൗണ്ട്, ഷിപ്പിങ്ങിന് വരുന്ന ഒരു ചെലവ്, ടാക്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആകെ എത്ര ടോട്ടൽ വരും എന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പേയ്മെന്റ് ടേംസ് അല്ലെ. നമ്മൾ പേയ്മെന്റ് എങ്ങനെയാണ് നടത്തുന്നത്, ക്യാഷ് ആയിട്ടാണോ ക്രെഡിറ്റ് ആയിട്ടാണോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ചെക്ക് ആയിട്ടാണോ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡർ. പല തരത്തിലുള്ള പർച്ചേസ് ഓർഡർ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്?
ടു മാനേജ് ട്രാൻസാക്ഷൻ അല്ലെ, നമ്മുടെ ഇടപാടുകള് ഒരു ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെ, മാനേജ് ചെയ്യുന്നതിന് വേണ്ടി യു മൈറ്റ് യൂസ് വൺ ഓഫ് ദ ഫോളോയിങ് 4 types ഓഫ് പർച്ചേസ് ഓർഡർ അല്ലെ. നമ്മ 4 തരത്തിലുള്ള എന്താണ് നമ്മുടെ ബിസിനസ്സിന് കീ പാർട്ട് ഓഫ് സെറ്റിംഗ്സ് ഓഫ് യുവർ ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ ആ ഒരു സെറ്റിംഗ്സില് സജ്ജീകരണത്തില് നമ്മ 4 തരത്തിലുള്ള പർച്ചേസ് ഓർഡർ ആണ് ഉൾപ്പെടുത്തുന്നത്, ഒക്കെയാണോ ഉപയോഗിക്കുന്നത്. എന്താണ് നമ്മുടെ ബിസിനസ് ഇടപാടുകള് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് സജ്ജീകരണത്തില് 4 തരത്തിലുള്ള പർച്ചേസ് ഓർഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡേഴ്സ്. ദീസ് ഓർഡേഴ്സ് ആർ ദി മോസ്റ്റ് കോമൺ ചോയ്സ് അല്ലെ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പർച്ചേസിംഗ് ഓർഡർ ആണ്. ഇതാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന പർച്ചേസ് ഓർഡർ. സ്പെസിഫൈയിങ് ദ ബേസിക് ഇൻഫർമേഷൻ ഇൻ ഡീറ്റെയിൽഡ്. അപ്പൊ നമ്മൾ മുകളിൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അല്ലേ. അഡ്രസ് അല്ലെ, ബയ്യറിന്റെയും സെല്ലറിന്റെ അഡ്രസ്, ഡേറ്റ്, ട്രാക്കിംഗ് നമ്പർ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെയാണോ? മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ ആണ് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ. ഇതെന്താണ് മോസ്റ്റ് കോമൺ ചോയ്സ് ആണ് അല്ലെ. കൂടാതെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഷിപ്പിംഗ് അഡ്രസ്, ബില്ലിംഗ് അഡ്രസ്, ഡെലിവറി ഡേറ്റ്, ഐറ്റംസിന്റെ പ്രൈസ്, ഐറ്റം ക്വാണ്ടിറ്റി, പേയ്മെന്റിന്റെ ടേംസുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് പ്ലാനഡ് പർച്ചേസ് ഓർഡർ. രണ്ടാമത്തേതാണ് ആസൂത്രിത പർച്ചേസ് ഓർഡർ അല്ലെ. എ പ്ലാനഡ് പർച്ചേസ് ഓർഡർ പ്ലേസസ് എ റിക്വസ്റ്റ് ഫോർ ഐറ്റംസ് ഇൻ അഡ്വാൻസ്. എന്താണ് നമ്മുടെ പ്ലാനഡ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്? ആ ഒരു ഐറ്റത്തിന് നമ്മൾ മുൻകൂട്ടി അഭ്യർത്ഥന നൽകുന്നു. ആ ഒരു പർച്ചേസ് ഓർഡർ ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് മുൻകൂട്ടി നമ്മൾ അതിനുള്ള ഒരു അഭ്യർത്ഥന നൽകുന്നു. നമ്മുടെ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ആൾക്ക് വെൻഡേഴ്സിന് മുൻകൂട്ടി ഒരു അഭ്യർത്ഥന നൽകുന്നു. യു മേ യൂസ് an estimated quantity and a range of delivery dates for a planned purchase order, exchanging more detailed information closer to the delivery date. ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞപ്പോ എന്താണ് അതിൽ നമ്മ ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്ര ക്വാണ്ടിറ്റി വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. പക്ഷെ പ്ലാനഡ് പർച്ചേസിംഗില് നമുക്ക് ആ ഒരു ഡെലിവറി ഡേറ്റ് ആകുന്നതിന് മുമ്പ് ആ ഒരു സമയമാകുമ്പോഴായിരിക്കും നമ്മൾ അതിന് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് പങ്കിടുന്നത്, അവരോട് പറയുന്നത്. ഓക്കെയാണോ? ആ ഒരു ഡെലിവറി ഡേറ്റ് ആകാനാവുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് നമ്മൾ ആ ഒരു വെൻഡേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സപ്ലയേഴ്സിന് കൈമാറുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, കറക്റ്റ് ഏത് ഡേറ്റിൽ തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകണം എന്നുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് കൈമാറുന്നത്. ആദ്യം അവരോട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾക്ക് ഇന്നൊരു പ്രോഡക്റ്റ് വേണം, ഏകദേശം ഇന്ന ഡേറ്റ് ആകുമ്പോഴേക്കിനും മതി എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ആ ഒരു ഡേറ്റ് അടുക്കാറാവുമ്പോഴേക്കിനും നമുക്ക് അത് എത്ര ക്വാണ്ടിറ്റി വേണം, കറക്റ്റ് എത്ര ഡേറ്റിന് വേണം എന്ന് ആ ഒരു സപ്ലയേഴ്സുമായിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് കൈമാറുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇഫ് യു പർച്ചേസ് എ ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് റുട്ടീൻലി, planned purchase order will help vendors plan accordingly so they can meet your needs. അല്ലെ, നമ്മ റുട്ടീനായിട്ട് അല്ലെ നമ്മ എന്താണ് പതിവായിട്ട് ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വെൻഡേഴ്സിൽ നിന്ന് പതിവായി പ്രോഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ ഈ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഈ ഒരു ബയേഴ്സിന് ഏകദേശം എത്ര വേണമെന്ന് അവർക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് പ്ലാൻ ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെയാണോ? നമ്മള് സാധാരണയായി ഇങ്ങനെ ധാരാളം ഒരുപാട് പർച്ചേസിങ് ഇനങ്ങള് വാങ്ങുകയാണെങ്കിൽ ഈ ഓർഡർ ഇതിനുള്ള പ്ലാനഡ് ഓർഡേഴ്സ് ആ ഒരു വെൻഡേഴ്സിന് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെയാണോ? അപ്പൊ നമുക്കറിയാം അല്ലെ അവർ ഏകദേശം ഇത്രയായിരിക്കും ഇത്ര ക്വാണ്ടിറ്റിയിലായിരിക്കും വാങ്ങാൻ പോകുന്നത് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും അല്ലെ സപ്ലയേഴ്സിന്. അല്ലേ,
സ്ഥിരമായിട്ട് നമ്മുടെ 500 അല്ലെങ്കിൽ 1000 പീസ് വാങ്ങുന്നതാണെങ്കിൽ അവർക്കറിയാലോ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മൂന്നാമത്തെ പർച്ചേസ് ഓർഡർ ആണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. A blanket purchase order indicates a commitment to buy a number of items up to a particular value. ഒരു പ്രത്യേക മൂല്യം വരെയുള്ള ഇനങ്ങള് വാങ്ങാനുള്ള പ്രതിബദ്ധതയാണ് ബ്ലാങ്കറ്റ് ഓർഡർ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് 1 ലക്ഷം വരെയുള്ള അല്ലെങ്കിൽ 2 ലക്ഷം വരെയുള്ള ഒരു പർച്ചേസിംഗ് മാത്രം നടത്തുകയുള്ളൂ എന്നുള്ള ആ ഒരു പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ഐറ്റംസ് മാത്രം, വേറൊരു രീതിയിൽ പറഞ്ഞാല് ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം മാത്രം നമ്മൾ വാങ്ങുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നതാണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. ഒന്നില്ലെങ്കിൽ ഒരു പ്രത്യേക മൂല്യം വരെ, ഒരു പ്രത്യേക എമൗണ്ടിന് വരെയുള്ള 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെയുള്ള മാക്സിമം അത്രയും രൂപക്കുള്ള പർച്ചേസിംഗ് മാത്രം നമ്മൾ ആ ഒരു സപ്ലയേഴ്സുമായിട്ട് നടത്തുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് ഇന്ന ഐറ്റംസ് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നതാണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ചിലപ്പോ അവരിൽ നിന്ന് മെഷീനറീസ് മാത്രമായിരിക്കും വാങ്ങുന്നത്, ചിലപ്പോ അവരിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് മാത്രമായിരിക്കും വാങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റംസ് മാത്രം അല്ലെങ്കിൽ ഒരു നിശ്ചിത വാല്യൂ വരെയുള്ള ഐറ്റംസ് മാത്രം വാങ്ങുകയുള്ളൂ എന്നതിനെയാണ് നമ്മുടെ ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബയർ ഗ്യാരണ്ടി ദാറ്റ് they will spend a set amount with the seller. അല്ലെ, ഒരു നിശ്ചിത തുക വിൽപ്പനക്കാരനുമായി ചെലവഴിക്കുകയുള്ളൂ എന്ന് ഈ ഒരു ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ ഉറപ്പ് നൽകുന്നു. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുകയുള്ളൂ. അല്ലെ, അപ്പൊ നമുക്ക് ആ ഒരു സപ്ലയേഴ്സിന് അറിയാലോ, ആ ഒരു ബയേഴ്സ് നമ്മളിൽ നിന്ന് ഈ 1 ലക്ഷം രൂപ വരെയുള്ള പ്രോഡക്റ്റുകൾ മാത്രം വാങ്ങുള്ളൂ, നമ്മളുമായിട്ട് അത്ര എമൗണ്ട് മാത്രം അവർ ചെലവഴിക്കും എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവുമല്ലോ, ഒരു ധാരണ ഉണ്ടായിരിക്കും. അല്ലെ, അപ്പൊ ഒരു നിശ്ചിത തുക അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു മാക്സിമം അത്രയും തുക മാത്രം ആ ഒരു വിൽപ്പനക്കാരനുമായി നമ്മുടെ ബയേഴ്സ് ചിലവഴിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പ് ഈ ഒരു ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ നൽകുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കാലോ. ലാസ്റ്റ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, നമ്മൾ ആ ഒരു പർച്ചേസിന് മുമ്പ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞ് അവരുമായി ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് അതാണ് അല്ലെ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്ന സമയത്ത് നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ അവർക്ക് ലഭ്യമാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഇത്ര നഷ്ടപരിഹാരം തരണം അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവുമല്ലോ ടേംസ് ആൻഡ് കണ്ടീഷൻസും. അപ്പൊ അതിനെയാണ് contract purchase order എന്ന് പറയുന്നത്. A contract purchase order details the terms of an upcoming purchase order before the purchase order itself is complete. വാങ്ങൽ ഓർഡർ പർച്ചേസ് ഓർഡർ പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ വരാനിരിക്കുന്ന ആ ഒരു പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിബന്ധനകൾ നമ്മുടെ സപ്ലയേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സുമായിട്ട് വിശദമാക്കും. A contract purchase order is usually used for a large or expensive order when the buyer and seller want more legal protection in exchange. നമ്മൾ ഈ ഒരു കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നത് ഒരുപാട് ലാർജ് എക്സ്പെൻസീവ്, ഒരുപാട് ചെലവ് വരുന്ന അല്ലെ, ഒരുപാട് ചെലവേറിയതോ അല്ലെങ്കിൽ വലിയതോ ആയിട്ടുള്ള ഒരു ഓർഡറുകൾക്കാണ് നമ്മൾ ഈ ഒരു കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ ലീഗലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ബയ്യറിനെ ആണെങ്കിലും സെല്ലറിനെ ആണെങ്കിലും ലീഗലായിട്ട് പ്രൊട്ടക്ട് ചെയ്യോ. അപ്പൊ
നമ്മുടെ വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും നിയമപരമായി ആ ഒരു എക്സ്ചേഞ്ചിന് എന്താണ് കൂടുതൽ നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വലിയതോ അല്ലെങ്കിൽ ചെലവേറിയതോ ആയിട്ടുള്ള പർച്ചേസ് ഓർഡറുകൾക്കാണ് പർച്ചേസിങ്ങിനാണ് ഈ ഒരു കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണോ? മിസ് എടുത്തത് ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഈ പർച്ചേസ് ഓർഡർ ഏതൊക്കെ തരത്തിലുള്ള പർച്ചേസ് ഓർഡർ ഉണ്ട് അത് പഠിക്കുക. ഓരോ പർച്ചേസ് ഓർഡറും എന്താണ് എന്ന് പഠിക്കുക. പർച്ചേസ് ഓർഡർ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.